this is Nisi from Nisu Chronicles. Welcome my YouTube channel. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റൂം ഷിഫ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കോലാഹലങ്ങൾ കണ്ടില്ലേ, എല്ലാം വലിച്ചു വാരിയിട്ടേക്കുവാണ്. റൂം ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമ്മൾ AC-യുടെ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. കാരണം നമ്മുടെ റൂമിൽ തിങ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ AC ഷിഫ്റ്റ് ചെയ്യത്തില്ല, AC ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ റൂമിൽ തിങ്സ് ഷിഫ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം കരുതി ഇപ്പം തണുപ്പൊക്കെ അല്ലേ, സോ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ AC ഒക്കെ കീറി മുറിച്ച് അറുത്ത് മാറ്റി പുതിയ വീട്ടിലോട്ട് ഫിക്സ് ചെയ്യാമെന്ന്. അങ്ങനെ ആൾക്കാരൊക്കെ വന്നു. 2-3 ചേട്ടന്മാരുണ്ടായിരുന്നു. പാവം, എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലേ. ഇതൊന്നും ഈ ഒരു AC ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പോകാനും എനിക്ക് പറ്റത്തില്ല. പക്ഷേ അവർക്ക് കൂളായിട്ട് ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. അവർ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. സോ അവരവരുടെ ജോലിയൊക്കെ ചെയ്യുന്നു. ഇനിയിപ്പോൾ ആ ചേട്ടന്മാർക്ക് തന്നെ ഞാൻ പുതിയ വീടിൻ്റെ കീ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളിച്ച ചേട്ടന്മാർ തന്നെ നമ്മളെ ഇവിടുന്ന് AC ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പുതിയ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് സെറ്റാക്കി തരും. വേണ്ടേ, അപ്പോഴാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? പിന്നെ പുള്ളിക്കാരൻ്റെ ഫോൺ നൈസായിട്ട് വാങ്ങിച്ച് നമ്മുടെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തു. പാവം കേട്ടോ, ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് ഊരി. ഇനിയിപ്പം നമ്മുടെ ഫ്ലോറ് 2nd ഫ്ലോറിലാണ് പഴയ വീട്, പുതിയ വീടും 2nd ഫ്ലോറിൽ തന്നെ. സോ ഇവിടെ നിന്നൊക്കെ ഊരി പറിച്ചെടുത്ത് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത് വലിയ ചടങ്ങുകളൊക്കെ തന്നെ. പക്ഷേ അവരവരുടെ ജോലി ചെയ്യുന്നു. അങ്ങനെ അവരിവിടുന്ന് എല്ലാ സാധനങ്ങളും AC-യുടെ എല്ലാം എടുത്തിട്ട് പുതിയ വീട്ടിലോട്ട് അവർ തന്നെ പോയി എല്ലാം ചെയ്തു തരും. ഞാൻ കീ അങ്ങോട്ട് കൈമാറി. എനിക്ക് കയറി ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട് നൈസായിട്ട് കീ അങ്ങോട്ട് കൊടുത്തിട്ട്, ഭയ്യ തുമേ ജാവോ ഇധർ സേ സാമാൻ ലേക്കോ ഉധർ ജാക്കോ ഫിക്സ് കർദോ എന്ന് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ബോധിപ്പിച്ച് വിട്ടു. അവരവിടെ അത് കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് തന്നു. ഞങ്ങളുടെ പുതിയ റൂമിലോട്ട് നാളെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആകും. അതിനിങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഓരോരോ സൈഡിൽ അടുക്കി പെറുക്കി കൊണ്ടിരിക്കുകയാണ്. പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് പാക്കിംഗ് ആണ്. ഒരു മിനിറ്റ്. ഇങ്ങനെ ചന്ദ്രലേഖ, നമുക്ക് മലയാളികൾ എന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ പടങ്ങളാണ്. സോ ചന്ദ്രലേഖ കാണുമായിരുന്നു. ഈ ഒരു അവസരത്തിൽ ശ്രീനിവാസൻ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും വിഷമത്തിൽ ഞങ്ങളെല്ലാ മലയാളികളും ഒത്തിരി വിഷമം അറിയിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെ ഞങ്ങൾ ആ ചടങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സാറിനെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. പ്രണാമം. പാക്കിംഗ് ഒരുപാടുണ്ട്, പാക്കിങ്ങിലോട്ട് പോവുകയാണ്. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ റൂമുകളിലും കിച്ചണിലെ ഐറ്റംസ് കിച്ചണിൽ വെച്ചു, റൂമിലെ ഐറ്റംസ് റൂമിൽ വെച്ചു, എല്ലാം പാക്ക് ചെയ്ത് ഒരുവിധം വയ്യാണ്ടായിട്ടുണ്ട്. എനിവേ ഇന്ന് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്. ഷിഫ്റ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ വരും. സോ ഒരു 2-2.5 വർഷം ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഓക്കെ, ബെറ്റർ ഫോർ നെക്സ്റ്റ് മൊമെൻറ്റ് അങ്ങനെ പ്രാർത്ഥിക്കാം.
ഞാനിവിടെ വന്ന് വീടെടുത്ത സമയത്ത് എൻ്റെ പിള്ളേർ, ആൻറ്റി, ഹസ്ബൻഡ് എല്ലാവരും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. 6 മാസത്തോളം എൻ്റെ കുട്ടികൾ ഈ വീട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ മുന്നേ എൻ്റെ ഷോർട്സിലൊക്കെ ആയിട്ട് കണ്ടു കാണും. സോ ഇവിടുത്തെ റിയൽ ഓണേഴ്സ് വന്ന് ഇവിടെ നിൽക്കാൻ പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടത്തേക്ക് പോലെ തന്നെ സെയിം റൂമാണ് അവിടെയും കിട്ടിയേക്കുന്നത്. ബട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവിടെയാണ് അറ്റാച്ച്ഡ് കിച്ചണാണ്. സോ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കബോർഡ്സ് വാങ്ങിച്ചു വെച്ചേക്കുമായിരുന്നു. അവിടെ ഇങ്ങനെ ഫിക്സഡ് പോലത്തെ കിച്ചണാണ്. അത് മാത്രമൊരു ഡിഫറൻസ് ഉണ്ട്. അതർവൈസ് റൂമൊക്കെ സെയിം തന്നെയാണ്. എനിവേ ഇവിടുത്തെ എല്ലാ തിങ്സും അതേപോലെ അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യും. പക്ഷേ ചടങ്ങാണ്. ഇവിടുത്തെ ബെഡുകളൊക്കെ നമ്മൾ ഇവിടെ വന്ന് ഫിക്സ് ചെയ്യുന്ന ബെഡുകളാണ്. സോ അതെല്ലാം ഇനി ഊരി പറിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് ഇന്ന് ഹോളിഡേ ഇങ്ങനെ പോകുന്ന തോന്നുന്നത്. പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ വാളിലത് ഞാൻ ഷെയ്നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഫിക്സ് ചെയ്യാൻ. കാരണം എല്ലാം ഇങ്ങനെ കുട്ടി സ്റ്റിക്കേഴ്സായിട്ട് അത് ഞാനിങ്ങനെ മാച്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവർ അതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ABCD അങ്ങനെ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫിക്സ് ചെയ്താൽ മതി. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമില്ലേ? സോ അത് പറിച്ചെടുത്തപ്പോൾ പെയിൻറ്റോടെ ഇളകി വരും. സോ പിന്നെ ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അത് എൻ്റെ ബട്ടർഫ്ലൈസ്, പിന്നെ റൂമിലൊരു സ്റ്റിക്കർ ഒക്കെ അതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോവാം, എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി അവിടെ പോയിട്ട് പുതിയത് വാങ്ങിക്കാം. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നു. ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങി. നല്ല ഷിഫ്റ്റിംഗ് പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. നല്ല സേഫായിട്ടാണ് അവരെല്ലാം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നത്. കബോർഡ്സ് ആട്ടെ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എല്ലാം ഇങ്ങനെ നമ്മുടെ പാക്കിംഗ് കവർ വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് വളരെ സൂക്ഷിച്ചാണ് അവർ ഞങ്ങൾക്ക് റൂമിൻ്റെ എല്ലാ തിങ്സും പുതിയ വീട്ടിലോട്ട് ആ ലോറിയിൽ കയറ്റി ഷിഫ്റ്റ് ചെയ്യുന്നത്. വലിയ ലോറിയിലോട്ടാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റുന്നത്. കാരണം ഒരുപാട് സാധനമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ഇനി കുറച്ച് വർഷത്തേക്ക് ഇനി വേറൊരു വീട് മാറാൻ എന്നെ ആവതാക്കല്ലെന്ന്. കാരണം ഭയങ്കര ചടങ്ങാണ്. ഇതെല്ലാം ഉപ്പിട്ട് കർപ്പൂരം വരെ നമ്മൾ പാക്ക് ചെയ്ത് പോകണ്ടേ. നമ്മുടെ കുഞ്ഞിരാമായണത്തിൽ പറയുന്നതുപോലെ ഓലൻ വന്നു, കാളൻ വന്നു, അതുപോലെ അലമാര വന്നു, സോഫ വന്നു, ഫ്രിഡ്ജ് വന്നു. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായി ചേട്ടന്മാരെല്ലാം കയറ്റി. പക്ഷെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് 2ാമത്തെ ട്രിപ്പ് വന്നിട്ട് എടുക്കണം. ഇത് ഫസ്റ്റ് ട്രിപ്പിൽ എല്ലാം ഫിറ്റ് ചെയ്ത് കൊണ്ടുപോവാം. പുതിയ റൂമിലോട്ട് കയറാൻ പോവാണേ. ഫസ്റ്റ് തന്നെ വാഷിംഗ് മെഷീനാണ് ഞങ്ങൾ കേട്ടുന്നത് കേട്ടോ. ഫ്രിഡ്ജ് വരുന്നു. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കുക. ഇനി എല്ലാം അടുക്കി പെറുക്കുമ്പം കുറച്ച് ആ തിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എനിക്കിഷ്ടമുള്ള പോലെ എല്ലാം സെറ്റ് ചെയ്തെടുക്കണം. അവിടെ നിന്ന് കൊണ്ടുവന്ന ബെഡാണ്. അവിടെ നിന്നൊക്കെ സ്ക്രൂ ഒക്കെ അഴിച്ച് കൊണ്ടുവന്ന് ഇനി ഇവിടെ അതൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു. ഇത് ഡ്രസ്സിങ് അലമാരയാണ് കേട്ടോ. പാവം ചേട്ടന്മാർ എൻ്റെ ഈ കണ്ണാടി പൊട്ടിക്കാതെ എനിക്ക് സേഫായിട്ട് ഇവിടെ എത്തിച്ചു. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ബോക്സ് ഇവിടെ കൊണ്ടുവച്ചേക്കാണ്. ഇതൊക്കെ സമയം പോലെ എടുത്ത് ഫിക്സ് ചെയ്യണം. പിന്നെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെന്നും വിളിക്കുന്ന ഞങ്ങളുടെ ചേട്ടന്മാരുണ്ട്, ബംഗാളി ചേട്ടന്മാർ. ആ പുള്ളിക്കാരനെ വിളിച്ചു. അവർ വന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തന്നു. വേണം ഇനി പുതിയ റൂമിലെ വിശേഷങ്ങളായിട്ട് വരാം. Till then, this is signing out, Nissi from Nissi Chronicles. Bye bye.